എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 45-ാം ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. എല്ലാ ദിവസവും നമുക്ക് കഥയുടെ ഓരോ ഭാഗം കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നീതുവിന് അവിടെ നിന്നും പോന്നപ്പോൾ മുതൽ കിച്ചുവിനെപ്പറ്റി മാത്രമായിരുന്നു ചിന്ത. ഇത്രയും കാലമായി പലരെയും കണ്ടിട്ടുണ്ടെങ്കിലും ഇവനെ കണ്ടപ്പോൾ മുതൽ മാത്രമാണ് തൻ്റെ മനസ്സിന് വല്ലാത്ത ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു തുടങ്ങിയത്. എവിടെയൊക്കെയോ എന്തൊക്കെയോ തറച്ചുകൊള്ളുമ്പോൾ ഉള്ളതുപോലെ ഒരു വേദന. എന്നാൽ അത് വേദനയാണോ? അതല്ല താനും. ഒരു തരം സുഖമുള്ള ഒരു അനുഭവം. ജീവിതത്തിൽ ഇതുവരെ പലരെയും കണ്ടിട്ടുണ്ടല്ലോ. അവരിൽ ആരെ കണ്ടപ്പോഴും തനിക്ക് തോന്നാത്ത ഈ സുഖകരമായ വിങ്ങൽ ആയിരിക്കാം ചിലപ്പോൾ പ്രണയം. ഇതായിരിക്കുമോ തൻ്റെ കൂട്ടുകാരികളൊക്കെ പ്രണയമെന്ന് പറയുന്നത്? അവൻ്റെ ആ മുഖവും ആ ചിരിയും കളങ്കമില്ലാത്ത ആ മനോഭാവവും എല്ലാം തനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നതാണ് സത്യം. അവൾ അവനെപ്പറ്റി തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ചു. ധൈര്യമില്ലാഞ്ഞിട്ടായിരിക്കുമോ അവൻ തെറ്റേറ്റു പറഞ്ഞത്? അങ്ങനെ ആയിരിക്കില്ല. അവൻ്റെ ഭാഗത്തും കുഴപ്പമുണ്ടല്ലോ. അവൻ ഓടി വരികയായിരുന്നില്ലേ? സാവധാനത്തിൽ നടന്നു വരികയായിരുന്നെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അവൻ സ്വയം തെറ്റു സമ്മതിച്ചു. മാത്രവുമല്ല, അവൻ്റെ നിത്യസമ്പർക്കം പള്ളിയിലെ അച്ഛന്മാരുമായിട്ടാണല്ലോ. എപ്പോഴും പാപം ഏറ്റുപറയണമെന്ന് പറയുന്നവരാണ് അവർ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവനും അങ്ങനെ പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പിക്കാം, മനസ്സിലൊരു കാര്യം വെച്ചുകൊണ്ട് പുറമേ മറ്റൊന്ന് പറയുന്ന തരം ആളല്ല കിച്ചു. അവനെ ഇനിയും കാണണം, കഴിയുമെങ്കിൽ ഇനിയും സംസാരിക്കണം. അതില്ലാതെ ഇനി തനിക്ക് പറ്റില്ല. കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ. അവനോട് സംസാരിക്കുകയും കുറച്ച് അടുപ്പം സ്ഥാപിക്കുകയും ചെയ്യണമെന്നല്ലേ ആശിക്കുന്നുള്ളൂ. അതിനിപ്പോൾ ആര് എന്തിനെതിർക്കാനാണ്? ഇനി എതിർത്താൽ തന്നെ എന്തു തന്നെയാണെങ്കിലും അടുത്ത കൂട്ടുകാരിയോടൊന്ന് ചോദിച്ചു നോക്കാം. ഈ കാര്യവും അവളോട് പറയാം. ഇത്ര കാലമായി രണ്ടുപേരെ പ്രണയിച്ച് രണ്ടുപേരെയും തേച്ചിട്ട് മൂന്നാം പ്രണയവുമായി നടക്കുന്നവളോട് ചോദിച്ചാൽ അറിയാമല്ലോ പ്രണയത്തിൻ്റെ ആദ്യ അനുഭവം എന്താണെന്ന്. നേരിട്ട് അവളോട് ചോദിച്ചാൽ അവൾ കളിയാക്കും. അവൾ അത്ര നല്ല സ്വഭാവക്കാരിയൊന്നുമല്ല. അതുകൊണ്ട് എന്തെങ്കിലും വളഞ്ഞ വഴി പ്രയോഗിച്ച് അവളിൽ നിന്നും ആ കാര്യം ചോർത്തിയെടുക്കണം. അതല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുള്ളത് ഏതെങ്കിലും പ്രണയ നോവൽ വായിച്ചാൽ മതിയാകും. അതിൽ നിന്നും നായികയ്ക്ക് പ്രണയമുണ്ടാകുമ്പോൾ എന്താണ് അവളുടെ പ്രത്യേകത എന്ന് മനസ്സിലാകും. പിറ്റത്തെ ഞായറാഴ്ചയും നീതു കിച്ചുവിനെ കണ്ടു. അവനെ കാണാനുള്ള സൗകര്യം ഒരുക്കുകയാണ് അവൾ ചെയ്തത്. പള്ളിമുറിയുടെ പുറകുവശത്തു നിന്ന് എന്തോ പണിയെടുക്കുകയായിരുന്നു അവൻ. തീർത്തും വെറുതെയാണ് നീതു അതുവഴി പോയത്. അതിലെയും അവളുടെ വീട്ടിലേക്ക് പോകാം. അവിടെ നിന്ന് അവൾ കിച്ചുവിനെ കണ്ടു. അവൻ യൂണിഫോം വാഷ് ചെയ്യുകയായിരുന്നു. ഇന്നെന്തായാലും ശാന്തമായ പണിയാണല്ലോ. അന്ന് ഓടി വന്നൊരു പെങ്കൊച്ചിനെ ഇടിക്കാൻ പോയതുകൊണ്ടായിരിക്കണം അല്ലേ? ഞാൻ വിചാരിച്ചു എല്ലായ്പ്പോഴും ഇതേപോലുള്ള ഓട്ടം തന്നെ ആയിരിക്കും എന്ന്. അന്നൊരിക്കൽ ഇടിക്കാൻ പോയി എന്ന് വിചാരിച്ച് എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിച്ചു കൊള്ളണമെന്നുണ്ടോ? പിന്നെയും പിന്നെയും ആ കാര്യം തന്നെ പറഞ്ഞ് തൻ്റെ പുറകെ വരേണ്ട കാര്യവുമില്ലല്ലോ. ഒരു ചക്കയിട്ട് മുയൽ ചത്തു എന്ന് വിചാരിച്ച് എല്ലായ്പ്പോഴും മുയൽ പ്ലാവിൻ ചോട്ടിൽ പോയിരിക്കുകയല്ലല്ലോ ചക്ക വീഴുന്നതും നോക്കി. അച്ഛന്മാരുടെ കൂടെയാണ് താമസമെങ്കിലും ഭാഷാപ്രയോഗങ്ങളൊക്കെ നന്നായി അറിയാമെന്ന് തോന്നുന്നല്ലോ. പഴഞ്ചൊല്ലുകളിലും കേമനാണെന്ന് തോന്നുന്നു. ഇയാളോട് സംസാരിച്ച് നിൽക്കാൻ വിഷമം വരികയില്ല. ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു വെച്ചാൽ ഈ പുറത്തു നിന്ന് വെയിൽ കൊണ്ട് തുണി അലക്കേണ്ട കാര്യമുണ്ടോ? വിവരം അച്ഛനോടൊന്ന് പറയുകയല്ലേ വേണ്ടൂ. അച്ഛന് വേണമെങ്കിൽ തന്നെ ഇടവകക്കാർ വാഷിംഗ് മെഷീൻ വാങ്ങി കൊടുക്കുകയും ചെയ്യും. ഇയാൾക്ക് അതുതന്നെ ഉപയോഗിക്കാമല്ലോ. ഞാൻ എന്തായാലും കുറേ കഷ്ടപ്പെടാൻ വേണ്ടി ജനിച്ചവനാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ
തൻ്റെ മാതാപിതാക്കളെ ചെറുപ്പത്തിലേ ദൈവം തമ്പുരാൻ അങ്ങോട്ട് എടുത്തപ്പോൾ തന്നെ ദൈവം പറയുകയും ചെയ്തിട്ടുണ്ടാവും, നീ ശരിക്കും കഷ്ടപ്പെടേണ്ടവനായതുകൊണ്ടാണ് മാതാപിതാക്കളെ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഭൂമിയിൽ നീ കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചോണം. ആരും നിനക്ക് വേണ്ടി ഒന്നും കരുതി വച്ചിട്ടില്ല എന്ന കാര്യം ഓർമ്മയിലുണ്ടാകണം എപ്പോഴും എന്ന്. എനിക്കെങ്ങും വാഷിംഗ് മെഷീനൊന്നും വേണ്ട. ഞാൻ തന്നെ പലതരം മെഷീനാണ്. പിന്നെയല്ലേ മറ്റൊരു മെഷീൻ എനിക്ക് വേണ്ടി? അതൊക്കെ വലിയ വീട്ടിലെ പിള്ളേർക്കല്ലേ. അവരുടെ ശരീരം അനങ്ങാതിരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട മെഷീനല്ലേ. അത് കണ്ടിട്ട് പാവപ്പെട്ട ഞാൻ അത് വേണമെന്ന് ആശിച്ചാൽ ശരിയാകുമോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ധാരണ. താൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ വലിയ എളിമയുള്ളവനാണ്. പക്ഷേ ഈ എളിമ അല്പം കൂടുതലാണ്. ഇങ്ങനെയുള്ള സ്വഭാവം പഠിച്ചാൽ അത് മാറുകയുമില്ല. എന്തായാലും എളിമയും കഠിനാധ്വാന സ്വഭാവവുമുള്ള മിടുക്കനായ ഒരു ചെറുക്കനാണ് കിച്ചു. ഞാൻ വെറുതെ ചോദിച്ചുവെന്നേ ഉള്ളൂ. വീട്ടിൽ ഞാൻ അതിലാണ് എല്ലാം വാഷ് ചെയ്യുന്നത്. അതുകൊണ്ട് അറിയാതെ അങ്ങ് പറഞ്ഞുപോയി എന്ന് മാത്രം. വിഷമമായെങ്കിൽ ക്ഷമിക്കണം. ഇതിലൊക്കെ ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയുന്നതല്ലേ. അതിൽ പിന്നെ എന്തിനു വിഷമിക്കണം? അങ്ങനെ വിഷമിക്കാൻ നോക്കിയാൽ അതിന് മാത്രമേ സമയം കാണൂ. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിഷമത്തിൻ്റെ ലിസ്റ്റിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കധികം വിഷമിക്കേണ്ടി വരാറില്ല. നല്ല തത്വശാസ്ത്രം തന്നെയാണ്. ജീവിതത്തിൽ പകർത്തിയാൽ കൊള്ളാം. പക്ഷേ തനിക്കിപ്പോഴത്തെ സ്വഭാവം വെച്ച് എത്രയായാലും അത്രയൊന്നും താഴ്ന്നു വരാൻ കഴിയില്ല. സാഹചര്യത്തിനനുസരിച്ച് സ്വഭാവത്തിലും മാറ്റം വരും. സാഹചര്യം അങ്ങനെയാകുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റവും വരുമായിരിക്കും. ഞാനിതിലേ കൂടി പോയപ്പോൾ സംസാരിച്ചുവെന്നേ ഉള്ളൂ. കിച്ചുവിൻ്റെ ജോലി തുടർന്നോളൂ. ഇല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ. എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അന്ന് അങ്ങനെ അറിയാതെ പറ്റിയതിന്. അതുകൊണ്ട് ഏതായാലും ആ സ്ഥലത്ത് വരുമ്പോൾ കൃത്യമായി ഞാനത് ഓർക്കും. ആ സ്ഥലത്തുകൂടി വല്ലപ്പോഴുമൊക്കെ പോകണം. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും. അപ്പോൾ ആ സംഭവവും ഓർക്കാം. അതുപോലെ എന്നെയും ഓർക്കാം. വല്ലപ്പോഴും പോകണം കേട്ടോ. ഇത്രയും പറഞ്ഞ് നീതു അവിടെ നിന്നും സ്ഥലം വിട്ടു. അവളുടെ മനസ്സിൽ കിച്ചുവിൻ്റെ സ്ഥാനം കൂടുതൽ കൂടുതൽ ഉറയ്ക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും സാഹചര്യമുണ്ടാക്കി എല്ലാ ആഴ്ചയിലും അവനെ കാണാൻ അവൾ പരിശ്രമിക്കും. മിക്കവാറും ഞായറാഴ്ചകളിലും രണ്ടാമത്തെ കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ പോലും കുറച്ച് നേരത്തെ അങ്ങോട്ട് പോയേക്കും. ആദ്യത്തെ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആൾക്കാരെ മുഴുവൻ കൃത്യമായി കാണാവുന്ന പരുവത്തിൽ അത്ര നേരത്തെയാണ് നീതു പോകുന്നത്. പള്ളിയിൽ പോകാനുള്ള താല്പര്യം കൂടുതൽ കൊണ്ടാണെന്നാണ് വീട്ടിലെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ആ സമയത്ത് പോയാൽ ഒന്നാമത്തെ കുർബാനയും കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കിച്ചുവിനെ കാണാം. ചിലപ്പോൾ ഒന്ന് സംസാരിക്കാനും പറ്റിയേക്കും. അവൻ പള്ളിമുറിയിലേക്ക് പോകുന്ന വഴിക്ക് എതിർവശത്തു നിന്നും വരികയാണെങ്കിൽ അവൻ്റെ സുന്ദരമായ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയെങ്കിലും കിട്ടും. അത്രയും കിട്ടിയാൽ തന്നെ നീതുവിന് ഒരാഴ്ച ഓർമ്മിക്കാൻ അത് ധാരാളം മതി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കാണാനൊക്കെ പരിശ്രമിക്കുമെങ്കിലും പലപ്പോഴും സാധിക്കാറില്ല. തടസ്സങ്ങളും സംശയങ്ങളും ഒന്നും വരാതെ ഈ ഒറ്റ വഴി പ്രണയം അങ്ങനെ തുടർന്നു പോവുകയായിരുന്നു. ഇപ്പോൾ നീതുവിനെ സംബന്ധിച്ചിടത്തോളം അവനെ കാണാനുള്ള വെറും താല്പര്യമല്ല. അവൾ അവനെ മനസ്സുകൊണ്ടങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞു. അവനുള്ള കുറവുകളൊക്കെ തൻ്റെ നിറവുകൾ കൊണ്ട് പരിഹരിക്കാം എന്നാണ് നീതു ഇപ്പോൾ വിചാരിക്കുന്നത്. സാമ്പത്തികമായ കുറവുകൾ മാത്രമല്ലേ അവനുള്ളൂ. സ്വഭാവപരമായ ഒരു കുറവും പറയാനില്ല. സാമ്പത്തികമായ ആ കുറവ് പരിഹരിക്കാൻ തൻ്റെ അടുത്ത് ഇഷ്ടംപോലെ അപ്പൻ സമ്പാദിച്ചു വച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അതിനായി ആർത്തി പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു. എത്രയും വേഗം കിച്ചുവിനോട് ഈ കാര്യം പറയണം എന്ന തീരുമാനത്തിൽ അവൾ എത്തിച്ചേർന്നു. പിന്നീടുള്ള ദിവസങ്ങളൊക്കെ അവനോട് കാര്യം പറയാനുള്ള അനുകൂല സാഹചര്യത്തിനു വേണ്ടിയുള്ള തിരഞ്ഞു നടപ്പായിരുന്നു. സത്യം പറയാമല്ലോ, അപ്പോഴാണ് അവൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടത്. പ്രണയം തുടങ്ങി വയ്ക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ അതൊന്ന് തുറന്നു പറയുക എന്ന് പറയുന്നത്
വളരെയധികം വിഷമം പിടിച്ച ഒരു കാര്യമാണ്. എത്ര വലിയ കൊടും വളവുകളും കയറ്റങ്ങളും നിറഞ്ഞ വഴിയേയും പോകാം, എന്ത് കഷ്ടപ്പാടും സഹിക്കാം. പക്ഷേ ഒരാളുടെ മുഖത്ത് നോക്കി പ്രണയം വെളിപ്പെടുത്തുക എന്നത് അതിലധികം വിഷമം പിടിച്ച പരിപാടിയാണ്. ഒരിക്കലും ഭയമില്ലാത്തവനും ആ സമയത്ത് ഭയമുണ്ടാകും. ഇവിടെ അത് പറയാൻ പോകുന്ന തനിക്ക് ആരെയും അല്പം പോലും ഭയമില്ലെങ്കിലും താനൊരു പെൺകൊച്ചാണ്. തേടിയ വള്ളി കാലിൽ ചുറ്റുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇപ്പോൾ നീതുവിൻ്റെ കാര്യത്തിൽ ചുറ്റിയ വള്ളി തട്ടി അവൾ വീഴുമോ എന്ന് മാത്രമാണ് സംശയം. നീതുവിന് അതിനനുകൂലമായ ഒരു സാഹചര്യം ഒത്തുവന്നു. അതവൾക്ക് വിനിയോഗിക്കാൻ കഴിയുമോ? അവൾ വിനിയോഗിച്ചാൽ മറുപടി എങ്ങനെയായിരിക്കും എന്നതൊക്കെ കണ്ടു തന്നെ അറിയണം. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കണേ. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് കൃത്യം 2:30 തന്നെ.